Good morning to all. The next phase is focused on post-active phase. Now, the post-active phase, as we said, evaluation phase. In this phase, the planning are already being done. Things are already being completed. It arises when the teacher left the class and tries to look back what happened in the class. ഒരു ടീച്ചർ ക്ലാസ് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ക്ലാസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പോസ്റ്റ് ആക്റ്റീവ് ഫേസിൽ പറയുന്നത്. In this phase concern some activities. First one is evaluation and teaching some. In evaluation is performed in various ways by test, quiz and observe the student reaction to a questioning. Teaching sum up, the teacher asks the question from the pupil, verbal or written. It helps to evaluate the student behavior. Without the evaluation, the teaching learning process is incomplete. In the post active phase has 3 steps. First one is determine the exact dimension of behavioral changes. In this step, the teacher compare the actual behavioral changes of a students within the expect behavioral changes of a student. ഇവിടെ ടീച്ചറാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ആക്ച്വൽ ബിഹേവിയർ ചേഞ്ചസിനെയും എക്സ്പെക്ട് ബിഹേവിയർ ചേഞ്ചസിനെയും കമ്പയർ ചെയ്യുകയാണ്. If desired behavior changes are observed in maximum number of students, this means the teaching learning strategies are very effective. Desired behavior changes maximum number of students ഡിസൈഡ് ബിഹേവിയർ ചേഞ്ചസ് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നത് നമ്മൾ ഉപയോഗിച്ച സ്ട്രാറ്റജീസ് അത് എഫക്റ്റീവായിട്ട് ഉണ്ട് എന്നതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ഡിവൈസസ് ആൻഡ് ടെക്നിക്സ്. ഇഫ് കമ്പയർ ദ ഡിസൈഡ് ബിഹേവിയർ ചേഞ്ചസ് ആൻഡ് ആക്ച്വൽ ബിഹേവിയർ ചേഞ്ചസ്, the teacher should select the correct devices or techniques. It is valid and reliable, and the test is preferred than the performance test. ടീച്ചർ ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഡിവൈസസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഇവിടെ സെലക്ട് ചെയ്യണം. ഡിസൈഡ് ബിഹേവിയർ ചേഞ്ചസിനെയും ആക്ച്വൽ ബിഹേവിയർ ചേഞ്ചസിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ചേഞ്ചിങ് ദ ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഇൻ ദിസ് സ്റ്റേജ്, ഫോർ ഇവാലുവേറ്റിംഗ് ദ സ്റ്റുഡൻറ്റ് ബിഹേവിയർ, ഇറ്റ്സ് ഓൾസോ ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ദ ടീച്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊരു ബേസാണ്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ബേസും കൂടിയാണ് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഡ്രോബാക്സ് നമുക്ക് ഇന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കതിനെ കുറച്ചും കൂടി നമ്മുടെ ടീച്ചിങ്ങിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഇനി കുട്ടികളിലോട്ട് കുറച്ചും കൂടി ക്ലാസ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് എന്നത് നമുക്ക് ഈ ഇവാലുവേഷൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. In this class, we discussed about the post-active phase. The post-active phase is called evaluation phase, and it has 3 steps.
First one is determine the dimension of behavioral changes and select appropriate devices and techniques and change the teaching strategies. പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇവാലുവേഷൻ ഫേസ് ആണ്. ഒരു ക്ലാസ്സിന് മൊത്തത്തിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, അത് കുട്ടികളിൽ എഫക്റ്റീവായോ, ഇനി എന്തൊക്കെ ചേഞ്ചസ് അതിൽ ഉൾപ്പെടുത്തണം. അത് നമുക്ക് മനസ്സിലാവുന്നത് ക്വസ്റ്റ്യനിങ് വഴി, ക്വിസ്, അതുപോലെ ടെസ്റ്റ്, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് വഴിയിട്ട് നമുക്കാണെങ്കിലും മനസ്സിലാവും കുട്ടികളിൽ ഇത് എത്രമാത്രം എത്തിയിട്ടുണ്ട് എന്നതൊക്കെ. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെയധികം സിമ്പിളാണ്. ഇനി എന്തെങ്കിലും കുറച്ചും കൂടി ഇതുണ്ടെങ്കിൽ അത് നമ്മുടെ ടെക്നോളജിയുടെ ടെക്സ്റ്റിൽ ഇതിൻ്റെ നോട്ട്സ് കിടക്കുന്നുണ്ട്, വായിച്ചു നോക്കുക. അപ്പം താങ്ക് യു.